ആശാ വർക്കർമാരുടെ ഓണറേറിയം പരിഗണനയിലില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇന്നലെയാണ്. ഓണറേറിയവും ഇൻസെന്റീവും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആശാ വർക്കർമാർ സമരം തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കേരളത്തിൽ ആശാ വർക്കർമാരുടെ സമരം ശക്തമാക്കിയപ്പോഴും വിഷയം മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ ഉണ്ടെന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ അസ്ഥാനത്തായത്. അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകളുടെ ചുരുക്കെഴുത്താണ് ആശ. ഒരു വീട്ടിൽ ഗർഭിണിയോ മുലയൂട്ടുന്ന കുഞ്ഞോ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചെത്തുന്ന, മറ്റ് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം ബോധവൽക്കരണം നൽകുന്ന, മഴയെത്തുന്നതിനു മുൻപേ ശുചീകരണ ബോധവൽക്കരണത്തിനെത്തുന്ന സാധാരണയിൽ സാധാരണക്കാരായ ആളുകളാണ് ആശമാർ. വീട് വീടാന്തരം കയറിയിറങ്ങി അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് ചിലരെങ്കിലും സാക്ഷികളായിരിക്കും. വെയിലത്തും മഴയത്തും കാടും മേടും താണ്ടി വീടാന്തരം കയറിയിറങ്ങുന്നത് 232 രൂപ ദിവസക്കൂലിക്കാണ്. വിധവകളോ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവരോ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായവരോ ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. സേവന സന്നദ്ധതയോടെ ഇറങ്ങി തിരിച്ചവർക്ക് 232 രൂപ തന്നെ അധികമാണെന്ന് പറയുന്നവരുണ്ട്. മറ്റ് ജോലികൾക്കൊപ്പം കൊണ്ടുപോകാവുന്ന ഒരു സാമൂഹ്യ സേവനം, അതിലൂടെ ചെറിയൊരു വരുമാനം എന്ന നിലയ്ക്കാണ് പലരും ആശമാരായത്. എന്നാൽ നാൾക്കുനാൾ ഏറി വരുന്ന ജോലിഭാരം കാരണം മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതി ആശമാർക്കുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുന്നതിൽ ആശാവർക്കർക്കുള്ള പങ്ക് ചെറുതല്ല. 7000 രൂപ ഓണറേറിയവും 3000 രൂപ ഇൻസെന്റീവും അടങ്ങുന്ന തുക ലഭിക്കാൻ മാനദണ്ഡങ്ങൾ പലതാണ്. ഇവയെല്ലാം പാലിച്ചാലും എല്ലാ മാസവും ഈ തുക ആശമാർക്ക് ലഭിക്കാറില്ല. ചുറ്റുവട്ടത്തുള്ള ക്ലിനിക്കുകളിൽ, കുത്തിവെപ്പ് ക്യാമ്പുകളിൽ, ഹെൽത്ത് സെന്ററുകളിൽ എല്ലാം നമ്മൾ അവരെ കാണാറുണ്ട്. ആ സ്ഥിതിക്ക് ആശമാർ ചെയ്യുന്ന സേവനത്തിന് 232 രൂപ കൊടുത്താൽ മതിയോ? പോരെന്നുള്ള ഒറ്റ മറുപടിയിൽ തുടങ്ങിയതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം. ഇന്നലെ ചേർന്ന എംപിമാരുടെ യോഗത്തിലാണ് ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർധനവ് പരിഗണനയിലില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പല ഘട്ടങ്ങളിലായി സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ചുവെന്നും കേരളം ആശമാർക്ക് നിലവിൽ നൽകുന്നത് 7000 രൂപയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമന്ത്രിയുമായി 3 തവണയും തൊഴിൽ മന്ത്രിയുമായി 1 തവണയും സമര നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ആശമാർ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടില്ല. ഇതോടെ സമരവുമായി ആശമാർ മുന്നോട്ടു പോകുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ നിരാഹാര സമരത്തിലേക്ക് കടന്നെങ്കിലും പിന്നീട് ഇത് അവസാനിപ്പിക്കുകയായിരുന്നു. ഇനി ഉയർത്തേണ്ടത് കേന്ദ്ര വിഹിതമാണെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. അലവൻസ് വർദ്ധിപ്പിക്കാൻ കേരളത്തോട് എംപിമാർ ആവശ്യപ്പെടണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആശാവർക്കർമാരെ വെറും സാമൂഹിക സേവകരുടെ ഗണത്തിൽപ്പെടുത്തി സർക്കാർ കൈയൊഴിയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.